2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് UDF തന്നെ ഉറപ്പായും വിശ്വസിക്കുമ്പോൾ സംസ്ഥാന കോൺഗ്രസ് ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. നിലവിൽ പാർട്ടിയുടെ ലോക്സഭാ അംഗങ്ങളായിട്ടുള്ള 5 പേരോളം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ വെല്ലുവിളി. UDFന് ഭരണം ലഭിച്ചാൽ മന്ത്രിമാരാവുക എന്നതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അതിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് ആറ്റിങ്ങലിന്റെ MP-യും UDFന്റെ കൺവീനറുമായിട്ടുള്ള അടൂർ പ്രകാശ്, മാവേലിക്കര MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയുടെ MP ആയിട്ടുള്ള ആന്റോ ആന്റണി, വടകര MP ഷാഫി പറമ്പിൽ എന്നിവരാണ് കൊടിവച്ച കാറും മന്ത്രിമന്ദിരവും മനസ്സിൽ കണ്ടുകൊണ്ട് ഡൽഹി വിട്ട് കേരളത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുന്നത്. ഇവരൊക്കെയും സ്വന്തം താല്പര്യപ്രകാരമാണ് ഡൽഹി വിടുവാൻ തീരുമാനിക്കുന്നത് എങ്കിൽ NK പ്രേമചന്ദ്രനെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായം RSPയിൽ ഇപ്പോൾ ശക്തമാണ്. അപ്പോൾ അതുകൂടിയാവുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാവുന്ന ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം 5 ആകും. നമുക്കറിയാം, അടൂർ പ്രകാശിനെ കുറിച്ച് 2019 അല്ലെങ്കിൽ 2019 മുതൽ ആറ്റിങ്ങിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിട്ടുള്ള അടൂർ പ്രകാശ് 1996 മുതൽ 23 വർഷം കേരള നിയമസഭയിൽ കോന്നി മണ്ഡലത്തിൽ നിന്നുള്ള അംഗമായിരുന്നു. 96 CPM-ലെ M പത്മകുമാറിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അടൂർ പ്രകാശിന്റെ നിയമസഭാ പ്രവേശനം പോലും. 2001 കടമനിട്ട രാമകൃഷ്ണനെയും 2006 VR ശിവരാജനെയും 2011 MS രാജേന്ദ്രനെയും 2006 R സുനിൽകുമാറിനെയും അടിയറവ് പറയിച്ച അടൂർ പ്രകാശ് 2019 ആറ്റിങ്ങൽ പിടിക്കുവാനുള്ള ദൗത്യവുമായിട്ടാണ് തന്റെ കന്നി ലോക്സഭാ മത്സരത്തിനിറങ്ങിയത്. CPM-ലെ സമ്പത്തിനെ പരാജയപ്പെടുത്തി പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായിട്ട് നിറവേറ്റിയ അടൂർ പ്രകാശ് 2024 ആറ്റിങ്ങൽ ആറ്റിങ്ങലിന്റെ കോട്ട കോൺഗ്രസിന്റെ കോട്ടയായിട്ട് കാത്തു എന്നുള്ളതാണ്. അതോടെ മറ്റൊരു സമീപകാല റെക്കോർഡ് കൂടി സ്വന്തം പേരിൽ കുറിക്കുവാൻ അടൂർ പ്രകാശിന് കഴിയുകയും ചെയ്തു. അതായത് തോൽവി അറിയാത്ത ഒരു രാഷ്ട്രീയ നേതാവ്. അതിനിടെയാണ് ആദ്യ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായതും 2011 മന്ത്രിസഭയിൽ ആദ്യം ആരോഗ്യം, കയർ എന്നീ വകുപ്പുകളും 2012 അഴിച്ചുപണിയിൽ റവന്യൂ വകുപ്പും ഒക്കെ കൈകാര്യം ചെയ്ത ഒരു മന്ത്രി കൂടിയായിരുന്നു UDF കൺവീനർ കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ്. നിലവിൽ ഇപ്പോൾ UDF കൺവീനറാണ് അടൂർ പ്രകാശ്. കേവലം ഒരു ലോക്സഭാ അംഗമായിരുന്ന് ഡൽഹിയിൽ ഒന്നും ചെയ്യാനില്ലെന്ന് കണ്ടിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ UDF കൺവീനർ എന്ന നിലയിലും ജാതി പരിഗണന വെച്ചും മന്ത്രിയാകാമെന്ന കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് കണ്ണറിയുന്നത് ഈ അടൂർ പ്രകാശ്. ഇനി മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷാണ്. കേരളത്തിൽ നിന്നുള്ള സീനിയർ ലോക്സഭാ അംഗമാണ് കൊടിക്കുന്നിൽ സുരേഷ്. 1989 മുതൽ ലോക്സഭാ മത്സര രംഗത്തുണ്ട് താൻ. 1998 2004 അടൂർ മണ്ഡലത്തിൽ ചെങ്ങറ സുരേന്ദ്രനോട് പരാജയപ്പെട്ടതൊഴിച്ചാൽ മത്സരിച്ച 10 തിരഞ്ഞെടുപ്പിൽ എങ്കിലും വിജയിച്ച വ്യക്തി കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. 2009 മുതൽ മാവേലിക്കര മണ്ഡലത്തെയാണ് ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. പാർട്ടിയിലെ പല നേതൃസ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ 2012 മുതൽ 2014 വരെ കേന്ദ്ര തൊഴിൽ വകുപ്പിന്റെ സഹമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ദളിതൻ എന്ന പരിഗണനയിൽ KPCC അധ്യക്ഷ പദം ആഗ്രഹിക്കുന്ന കൊടിക്കുന്നിലിന് മുന്നിൽ ആ സ്ഥാനം ഇനിയും ഒരു ബാലികേറ മലയായി അവശേഷിക്കുകയാണ്. അടുത്ത കാലത്തൊന്നും ഒരു കോൺഗ്രസ് മന്ത്രിസഭ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാൻ സാധ്യതയില്ല എന്ന് കൊടിക്കുന്നിലും കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മടങ്ങി വരാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ ആ കണക്കുകൂട്ടലാണ് പാർലമെന്റിൽ നിന്നും നിയമസഭയിലേക്ക് പറന്നിറങ്ങാൻ കൊടിക്കുന്നിലിനെ പ്രേരിപ്പിക്കുന്നതും. താൻ വിജയിച്ച് MLA ആവുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ സീനിയർ ദലിത് നേതാവ് എന്ന നിലയിൽ മന്ത്രിസ്ഥാനം ഉറപ്പായിരിക്കുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ, ഒരു MLA കുപ്പായം തപ്പിച്ചെടുക്കുവാൻ, ഒരു മന്ത്രി കുപ്പായം ഉണ്ടാക്കിയെടുക്കുവാനുള്ള ശ്രമം കൊടിക്കുന്നിൽ സുരേഷ് നടത്തുന്നത്. ഇനി മറ്റൊന്ന് ആന്റോ ആന്റണിയാണ്. 2004 മുതൽ പത്തനംതിട്ടയിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആന്റോ ആന്റണി ജാതി സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷ പദത്തിന് അരികെ വരെ എത്തിയ രാഷ്ട്രീയ നേതാവാണ്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ പദവിയായിരുന്നു KPCC അധ്യക്ഷ പദവി. അപ്പോൾ അതേ സമവാക്യത്തിന്റെ പിന്തുണയിൽ സംസ്ഥാന മന്ത്രിപദവും പ്രതീക്ഷിക്കാം എന്നുള്ള കണക്കുകൂട്ടലാണ് ആന്റോ ആന്റണിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മറ്റൊരാള് ഷാഫി പറമ്പിലാണ്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് ഷാഫി പറമ്പിലിന്റെ കാര്യമാണ്. പട്ടാമ്പി കോളേജിൽ KSU യൂണിറ്റ് പ്രസിഡന്റായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച ഷാഫി പറമ്പിൽ നിലവിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ മൂല്യമുള്ള ഗ്ലാമർ താരമാണ്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി
നിലവിൽ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റും വടകരയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ്. 2011-ലും 2016-ലും 2021-ലും തുടർച്ചയായിട്ട് പാലക്കാട്ട് നിന്നും നിയമസഭയിലെത്തിയ ഷാഫി പറമ്പിൽ നിയമസഭയിലെ തീപ്പൊരി തന്നെയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തീപാറുന്ന പോരാട്ടം കാഴ്ചവെച്ച് KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയ ഷാഫി കോൺഗ്രസുകാർക്കിടയിൽ പൊതുവെയും മുസ്ലിം സമുദായത്തിനിടയിൽ പ്രത്യേകിച്ചും വലിയൊരു വികാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും പാർലമെന്റിൽ നിന്നും പെട്ടെന്ന് ചുവട് മാറ്റി നിയമസഭയിലേക്ക് എത്തണമെന്ന താല്പര്യം ഷാഫിക്കില്ലെന്നാണ് അറിയുന്നത്. പക്ഷേ ഷാഫി പറമ്പിലിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെന്നും UDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാക്കണമെന്നും നിർബന്ധമുള്ള ഒരു കൂട്ടർ അതിനകത്തുണ്ട്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കാൻ ഷാഫിക്ക് ആകാതെ വന്നാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും സ്ഥാനാർത്ഥിയായിക്കൂടാ എന്നില്ല. അതേസമയം UDF അധികാരം ലഭിച്ചാൽ ഉറപ്പായും പാർലമെന്റിൽ നിന്നും നിയമസഭയിലേക്ക് ചുവടുമാറ്റം നടത്തുവാൻ സാധ്യതയുള്ള മറ്റൊരംഗം എന്ന് പറയപ്പെടുന്നത് KC വേണുഗോപാലാണ്. തന്റെ ചിന്തയിൽ പോലും അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറയുമ്പോഴും സംസ്ഥാന മുഖ്യമന്ത്രി സ്ഥാനം KC വേണുഗോപാലിന്റെ സ്വപ്നത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അവസരം വരുമ്പോൾ അതിനായിട്ട് നൂലിൽ കെട്ടി ഇറങ്ങുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചുരുക്കി പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനൊരു കീറാമുട്ടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹം അടക്കം എല്ലാവർക്കും അറിയാം. KC വേണുഗോപാൽ KSUവിന്റെ പ്രസിഡന്റായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത് കേരളത്തിൽ ഒരു ദിവസം മുഖ്യമന്ത്രിയായിരിക്കണമെന്നാണ്. ആ ഒരു സ്വപ്നം മറന്നു പോകാത്ത ആ ലക്ഷ്യത്തിലേക്ക് മാത്രം നടന്നെടുക്കാൻ ശ്രമിക്കുന്ന KC വേണുഗോപാലിന് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് എത്തിയാൽ മുഖ്യമന്ത്രിയാകാമെന്നുള്ള ഒരു സ്വപ്നവും ചിന്തയും മോഹവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചുരുക്കി പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിന് ഒരു കീറാമുട്ടിയാകും. MP-മാർ പലരും MLA-മാരാകാൻ തയ്യാറെടുക്കുമ്പോൾ വിജയം അവർക്കിടയിൽ കേരളം ചില ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് അടക്കം പോകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഗവൺമെന്റിന് അത് കോടികളുടെ ബാധ്യതയാണ് വരുത്തുന്നത് എങ്കിൽ കൂടിയും ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യാൻ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കാൻ? ഇനിയുമുണ്ട് പ്രേമേന്ദ്രൻ നിയമസഭയിലേക്ക് വരുമ്പോൾ. എന്നാൽ പ്രേമേന്ദ്ര കാര്യം എന്ന് പറയപ്പെടുന്നത് അങ്ങനെയല്ല. ഇന്ത്യൻ പാർലമെന്റിലെ ഈ തിളങ്ങുന്ന താരത്തിന് ദേശീയ തലത്തിൽ ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് എന്നറിയുമ്പോഴും അദ്ദേഹത്തെ കേരളത്തിന് ആവശ്യമുണ്ട് എന്നാണ് RSP നേതൃത്വം വിലയിരുത്തുന്നത്. ആ വിലയിരുത്തലാണ് പ്രേമചന്ദ്രൻ കേരളത്തിലേക്ക് മടങ്ങണമെന്നുള്ള പാർട്ടിയുടെ താല്പര്യത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. 1988 നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച പ്രേമേന്ദ്രൻ 96 ആദ്യമായിട്ട് കൊല്ലത്ത് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചത്. കോൺഗ്രസിലെ S കൃഷ്ണകുമാറിനെതിരെയായിരുന്നു ആ മത്സരം. പിന്നീട് 98 വിജയിച്ചു. 2006 മുതൽ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ച പ്രേമേന്ദ്രൻ 2006 അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയുമായിട്ട് 2011 ഷിബു ബേബി ജോണിനോട് പരാജയപ്പെട്ടു. 1988 തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ ഇന്നോളം എത്തി നിൽക്കുമ്പോൾ ഒരു പരാജയമേ പ്രേമചന്ദ്രനെ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. തുടർന്ന് 2011 മുതൽ പിന്നെയും കൊല്ലത്തിന്റെ MP ആയിട്ട് പ്രേമേന്ദ്രൻ മാറുകയാണ്. ദേശീയ തലത്തിൽ മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലൊക്കെ തിളങ്ങുന്നുണ്ട് എങ്കിലും പ്രേമചന്ദ്രൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ടത് RSPയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് പാർട്ടി കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ നിർബന്ധം പ്രേമേന്ദ്രൻ സ്വീകരിച്ചാൽ ഒരു പാർലമെന്റ് അംഗം കൂടി നിയമസഭാ സ്ഥാനാർത്ഥി ആയിക്കൂടാ എന്നില്ല. പാർട്ടിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള ഇരവിപുരം പ്രേമചന്ദ്രനെ ഇറക്കി തിരിച്ചു പിടിക്കാമെന്നാണ് RSP നേതൃത്വം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കോൺഗ്രസിന് പുതിയ വെല്ലുവിളി ഇത് തന്നെയാണ്. നിയമസഭയിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന ചില ലോക്സഭാ അംഗങ്ങൾ അവരെ ആര് തളയ്ക്കും? തളച്ചില്ലെങ്കിൽ ഈ മുന്നണി തന്നെ ഉണ്ടാകില്ല.